ഓ മഞ്ജു, മഞ്ജുക്കുട്ടി, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? അതോ അത് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരുന്ന പെണ്ണൊന്നും അല്ല അത്. വീട്ടിൽ നിന്ന് വിളിച്ചാ. നീ എവിടെയാ? ഒറ്റയ്ക്കാണോ? വരട്ടെ കൂടെ വരാന്നേ. ശരി ശരി ശരി. ആണോ? വീട്ടിലാളുണ്ടോ? എടി ഞാൻ വിളിക്കാതെ ഒരു ചേട്ടനെ വഴി ചോദിക്കാൻ വന്നിട്ടുണ്ട്. വഴി. നമസ്കാരം. എന്താ ഒരു ഹെൽപ്പ് ചെയ്യോ? എങ്ങനെയോ പോയത്. പൈസ ഗൂഗിൾ പേ. വീട് വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയെങ്കിലും വേണം. അതെ, ഹെൽപ്പ് ചെയ്യാ. ഇതിനകത്ത് നിറച്ച് പൈസയാ, മനസ്സിലായി? ഞാൻ ഇഷ്ടം പോലെ പൈസ തരാം. ഒരു പണിയേ, അങ്ങനെയാണെങ്കിൽ എവിടെ ദൂരെയല്ലേ വീട്? കുറച്ച് ദൂരെയാണോ? അങ്ങനെ പണിയേ, ഇന്നിപ്പോ ഉണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ നാളെ രാവിലെ പോയാൽ മതിയോ? അങ്ങനെ പൈസ തരാം, നിറച്ച് പൈസ ഉണ്ട്. അങ്ങനെ വിചാരിക്കില്ല, ഞാനൊരു ഹെൽപ്പ് ചോദിച്ചെന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ അത്ര കാര്യമൊന്നുമല്ല. അതല്ല പറഞ്ഞത്. ഒരു ആണിനോട് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെയാണ് ചിന്തിക്കുക. അതല്ല അങ്ങനെ വിചാരിക്കില്ല. ഞാനൊരു സഹായം ചോദിച്ചെന്നുള്ളൂ. അതല്ല മോളെ, പോയത് കൊണ്ടാണ് ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. കാരണം മോൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നിട്ട് രാവിലെ പോയാൽ മതിയല്ലോ. കാരണം വണ്ടി കാശ് ഇല്ലെങ്കിൽ നിറച്ച് പൈസ ഉണ്ട്. ചെയ്ത് തരാം, ഞാൻ തിരിച്ചു തരാം, പേടിക്കണ്ട. ഞാൻ പിന്നീട് അയച്ചു തരാം. എനിക്ക് മോളുടെ സത്യത്തിൽ പൈസ പോയില്ലേ? പൈസ പോയി. എന്റെ പേഴ്സ് തന്നെ കാണാനില്ല. അപ്പൊ ശരി, എല്ലാം എൻ്റെ ഗൂഗിൾ പേയിലായിരുന്നു പൈസ എല്ലാം. എന്നാ എന്തിനാ വണ്ടി കാശ്? എന്നാ പറയാ, വേണ്ട. ശരി ശരി ശരി, ആ കൊച്ചിനോട് ഞാൻ ചോദിക്കണ്ടാവും. മഞ്ജു, മഞ്ജു. മണ്ടൻ വിശ്വസിച്ചു.